എമ്പുരാന് സക്സസ് ആയി എന്ന് കേട്ടത് മോഹൻലാൽ നേരെ വെച്ച് പിടിച്ചു കൊച്ചിയിലേക്ക് എന്തിന് 1 കോടിയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പൃഥ്വിരാജിലായിക്കോട്ടെ ലംബോർഗിനി എടുത്തിട്ട് അതേ സ്പീഡിൽ പിന്നാലെ വിട്ടു. പക്ഷേ വഴിയിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഒരു മനസമ്മാനത്തോടെ ഒരു പടം ഇവിടെ ഇറക്കാൻ പറ്റില്ല, അതിന് സെൻസറിങ് അവിടെ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മൂപ്പർ എന്ത് പറഞ്ഞു, ഇലുമിനാറ്റിയാണ് ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റും. മൂപ്പർ നേരെ ദുബായിലേക്ക് കയറി. അങ്ങനെ 1 കോടിക്ക് ലാലേട്ടൻ വാങ്ങിയ ഫ്ലാറ്റ് ആയിക്കോട്ടെ, അതിൽ ഏകദേശം രജിസ്ട്രേഷൻ ഫീയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും പ്രോപ്പർട്ടി ടാക്സും എല്ലാം കൂടിയിട്ട് 1,21,00,000 രൂപ മുടക്കിയിട്ടാണ് മൂപ്പർക്ക് ആ സാധനം കിട്ടിയത്. പക്ഷേ പൃഥ്വിരാജ് ആയിക്കോട്ടെ ആകെ 1 കോടിയുടെ ഫ്ലാറ്റിൽ 4 ലക്ഷം DLT മാത്രം അടച്ച് 1,04,00,000 രൂപയ്ക്കാണ് ഫ്ലാറ്റ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇത് റെന്റിന് കൊടുത്ത മുതലാവളെന്ന് വിചാരിച്ചാൽ ആശാൻ എന്ത് ചെയ്തു, 3 ലക്ഷം രൂപയ്ക്ക് ഇത് കൊണ്ടേ റെന്റിന് കൊടുത്തു. പക്ഷേ അതിൽ ടാക്സ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് അബദ്ധം മനസ്സിലായത്. നേരെ പൃഥ്വിരാജിനെ വിളിച്ച് ചോദിച്ചു എന്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ദുബായിലേക്ക് വരട്ടെ എന്ന്. അപ്പോഴാണ് പൃഥ്വിരാജ് നെടുങ്ങുന്ന സത്യം പറഞ്ഞത്, ഇവിടെ ഇതിന് 1 രൂപ പോലും ടാക്സോ കാര്യങ്ങളോ നിങ്ങൾ വാങ്ങണ്ട, 10 ലക്ഷം കിട്ടുന്ന റെന്റ് നേരെ പോക്കറ്റിലിട്ടോളാം. കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങേണ്ടത് വാങ്ങിച്ചു പോയി. പക്ഷേ എങ്ങനെയെങ്കിലും തലയിൽ ഊരണല്ലോ എന്ന് വിചാരിച്ചിട്ട് മോഹൻലാൽ എന്ത് ചെയ്തു, ഇത് കൊണ്ടേ വിൽക്കാൻ നിന്നപ്പോഴാണ് വേറെ അബദ്ധം മനസ്സിലായത്. 1 കൊല്ലം കൊണ്ട് 10 ലക്ഷം രൂപ അപ്രിസിയേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ചെറുതായി ഒരു 20% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചോദിച്ചു. അതോടുകൂടിയിട്ട് മൊത്തം പിരാന്ത് പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നേരെ ദുബായിലേക്ക് വരാൻ വിചാരിച്ചു. അപ്പോഴാണ് ആശാൻ ഇവിടെ കാലും കയറ്റിയിട്ട് മറ്റേ ഇലുമിനേറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്രിസിയേഷൻ ഏകദേശം ഇയർ ഓൺ ഇയർ 10% വെച്ചിട്ട് 5 കൊല്ലം കൊണ്ട് 50% ഈസി ആയിട്ട് വരും ചെയ്യും. പ്ലസ് പ്രത്യേകിച്ച് ഒരു ടാക്സും കൊടുക്കേണ്ടതില്ല. സോ ഇലുമിനാറ്റിയാണ് ഫ്യൂച്ചർ അറിയുന്നത് കൊണ്ട് പൃഥ്വിരാജ് ഡിസിഷൻ എടുത്തു. ഇതുപോലെ ദുബായിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ, കാര്യം പറഞ്ഞുതരാം.